ഒരു സിദ്ധൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള 2 കഥകൾ നമ്മൾക്കിന്ന് മനസ്സിലാക്കാം. ഒന്ന് ശേഷാദ്രി സ്വാമിയുടെ കഥയാണ്, മറ്റൊന്ന് നീം കരോളി ബാബയുടെ കഥയാണ്. നമ്മൾക്ക് ആദ്യം നീം കരോളി ബാബയുടെ ആ കഥ കേൾക്കാം. നീം കരോളി ബാബ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സാധുവാണ്, അല്ലെങ്കിൽ ഒരു ഗുരുവാണ്. നമ്മളുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഗുരുക്കന്മാർ ആരൊക്കെ എന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും ആദ്യ സ്ഥാനത്ത് തന്നെ നീം കരോളി ബാബയുടെ സ്ഥാനം ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നീം കരോളി ബാബയ്ക്ക് നീം കരോളി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഈ ഒരു കാര്യമാണ്. പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ നീം കരോളി ബാബ ആരോടും ചോദിക്കാതെ പറയാതെ ടിക്കറ്റ് പോലും എടുക്കാതെ ട്രെയിനിൽ സഞ്ചരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. നീം കരോളി ബാബയ്ക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലായിരുന്നു. അപ്രകാരം ഒരു ദിവസം ടിക്കറ്റ് എടുക്കാതെ നീം കരോളി ബാബ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറിയിരുന്നു. അതായത് ടിക്കറ്റ് എടുത്തു ഇല്ലെന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് ഓഫീസേഴ്സൊക്കെ സഞ്ചരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മളുടെ നീം കരോളി ബാബ കയറിയിരിക്കുകയും ടിക്കറ്റ് എക്സാമിനർ വന്ന് ബാബയുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ബാബ കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതെന്താണ് എന്നുള്ള രീതിയിലാണ് ബാബ ഇരുന്നത്. ബാബ സദാസമയം സീതാറാം സീതാറാം ജപിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. സദാസമയം സീതാരാമനാമം ജപിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീരാമനിൽ വിലയം പ്രാപിച്ചുകൊണ്ടിരുന്ന ബാബയ്ക്ക് ടിക്കറ്റും ഒന്നും ഒരു കാര്യമേ അല്ലായിരുന്നു. എങ്കിലും ഭഗവാന്റെ അല്ലെങ്കിൽ ആ നീം കരോളി ബാബ എന്ന സാക്ഷാൽ ഹനുമാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ആ മഹാപ്രഭുവിന് ഈ ടിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ബാധകമല്ലായിരുന്നു. എങ്കിലും സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകണമെങ്കിലും അദ്ദേഹം സാധുവായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ട്രെയിൻ വന്നു, ട്രെയിൻ കണ്ടു, ഫസ്റ്റ് ക്ലാസ് ആണോ ഒന്നും നോക്കിയില്ല, കയറിയിരുന്നു, യാത്ര തുടർന്നു. അപ്പോഴാണ് ടിക്കറ്റ് എക്സാമിനർ വരുന്നത്, ടിക്കറ്റ് ചോദിക്കുന്നത്. ടിക്കറ്റ് ഇല്ല എന്നറിഞ്ഞപ്പോൾ ആ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർ, ആ ബ്രിട്ടീഷ് ഓഫീസറാണ് നീം കരോളി ബാബയുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ടിക്കറ്റ് എക്സാമിനറോട് പറഞ്ഞത്. അതിനുശേഷമാണ് ടിക്കറ്റ് ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടു. ആ ബ്രിട്ടീഷ് ഓഫീസർ വളരെയധികം ദേഷ്യപ്പെടുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും നീം കരോളി ബാബയെ ഉത്തർപ്രദേശിലെ നീബ് കരോളി എന്ന സ്ഥലത്ത് ഇറക്കി വിടുകയുമാണ് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് നീബ് കരോളി. അവിടെ നടന്ന ഈ ഒരു അത്ഭുത പ്രവൃത്തിയുടെ പേരിലാണ് നീം കരോളി ബാബ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നീബ് കരോളി എന്നു പേരുള്ള ആ സ്ഥലത്ത് നീം കരോളി ബാബയെ ഇറക്കി വിട്ടതിന് ശേഷം ട്രെയിൻ എടുക്കാൻ പറഞ്ഞു. ഈ ഓഫീസർ പറയുകയാണ്, ട്രെയിൻ മുന്നോട്ടെടുക്കാൻ പറയുമ്പോൾ വിസിലടിച്ചു. ട്രെയിൻ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നു. 1 ഇഞ്ച് പോലും ആ എൻജിൻ മുന്നോട്ട് ചലിക്കുന്നില്ല. അവർ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും നടക്കുന്നില്ല. നമ്മളുടെ നീം കരോളി ബാബയെ പുറത്തിറക്കാൻ വേണ്ടി മാത്രം അവർ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയതാണ്. എങ്കിൽ ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ആ ട്രെയിൻ മുന്നോട്ടെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല 1 ഇഞ്ച് അനങ്ങുന്നില്ല. ആ സമയം കൊണ്ട് നീം കരോളി ബാബ ഒരു വേപ്പ് മരത്തിന് കീഴിൽ പോയി ട്രെയിനിൽ വെച്ച് എന്തായിരുന്നോ ചെയ്തിരുന്നത് അത് തന്നെ തുടരുകയാണ്. സീതാറാം സീതാറാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. സീതാരാമനാമം സദാസമയം ജപിച്ച് അതിൽ മുഴുകിയിരിക്കുകയാണ് നമ്മളുടെ നീം കരോളി ബാബ. അതേ സമയത്ത് ഇവിടെ ബ്രിട്ടീഷ് ഓഫീസറും അതുപോലെ തന്നെ ടിക്കറ്റ് എക്സാമിനറും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ടെടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും സാധിക്കുന്നില്ല. ആ സമയത്ത് നമ്മളുടെ നീം കരോളി ബാബയ്ക്ക് ഏകദേശം 30-നടുത്ത് വയസ്സ് മാത്രമേ ഉള്ളൂ. ആ പ്രായത്തിനുള്ളിൽ തന്നെ വലിയ സാധുവാണ്, വലിയ സിദ്ധനാണ് എന്നുള്ള പെരുമ ആ നാടെങ്ങും നീം കരോളി ബാബ കേട്ടിരുന്നു. അപ്രകാരം നീം കരോളി ബാബയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ പറയുകയാണ്, ഈ ട്രെയിൻ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള നീം കരോളി ബാബയെ നിങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തിറക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരടി പോലും ഈ ട്രെയിന് സഞ്ചരിക്കാൻ പറ്റാത്തത്. പെട്ടെന്ന് തന്നെ പോയി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് തിരിച്ച് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ഈ ട്രെയിനിൽ എത്തിച്ചതിന് ശേഷം എവിടെയായിരുന്നോ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അവിടെ ഇരുത്തിയതിന് ശേഷം മാത്രമേ ഈ ട്രെയിൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുകയും ആ ബ്രിട്ടീഷ് ഓഫീസറും ആ ടിക്കറ്റ് എക്സാമിനറും എല്ലാം ചേർന്ന് ആ ബ്രിട്ടീഷ് ഓഫീസറുടെ ഫാമിലി അടക്കം നീം കരോളി ബാബയുടെ അടുത്ത് ചെല്ലുകയും ആദ്യം അവർ ഇത്തിരി മടിച്ചെങ്കിലും പിന്നീട് ആ വലയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ദിവ്യപ്രഭാവത്തിനുള്ളിൽ അവർ പെട്ടുപോകുകയും അവർക്ക് മനസ്താപം വരികയും ഭഗവാനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ദയവ് ചെയ്ത് വന്നിരിക്കണമെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് ട്രെയിനിൽ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ട്രെയിൻ മുന്നോട്ട് സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീം കരോളി ബാബ പറഞ്ഞു, ശരി
ഞാൻ വന്നിരിക്കാം, പക്ഷേ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. 30 വയസ്സോ ഉള്ളെങ്കിലും എത്ര പ്രായം കൂടിയ ആളെയും മോനെ, മക്കളെ എന്നുള്ള രീതിയിലേ വിളിക്കുള്ളൂ. ബേട്ട എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ നീം കരോളി ബാബ. കാരണമെന്ന് പറയുന്നത് സാക്ഷാൽ ഹനുമാൻ്റെ അംശാവതാരമാണ് നീം കരോളി ബാബ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു വാത്സല്യം നീം കരോളി ബാബയ്ക്കുണ്ട്. ഇത്രയും ചെയ്ത ആളോടും മോനെ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സ്ഥിതിയിൽ നീം കരോളി ബാബ 2 കാര്യം പറയുകയാണ്. ശരി, ഞാൻ വന്നിരിക്കാം മോനെ, പക്ഷേ എൻ്റെ 2 ആവശ്യം നീ നടത്തി തരണം. ഒന്ന്, പാവപ്പെട്ടവർക്ക് ട്രെയിനിൽ സഞ്ചരിക്കാനായി നീ ഇവിടെ, അതായത് നീബ് കരോളി എന്ന് എന്നെ ഇറക്കി വിട്ട ഈ സ്ഥലത്ത് നീ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയണം എന്നാണ് ഒന്നാമത്തെ കാര്യം. അത് ബ്രിട്ടീഷ് ഓഫീസർ സമ്മതിച്ചു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇനി ഒരിക്കലും ഒരു സാധുവിനെ കാണുമ്പോഴും ഒരു യോഗിയെ കാണുമ്പോഴും ഒരു സിദ്ധനെ കാണുമ്പോഴും പുച്ഛിക്കരുത് എന്നും പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇത് രണ്ടും സമ്മതിച്ചതിന് ശേഷമാണ് നീം കരോളി ബാബ തിരിച്ച് ട്രെയിനിൽ വന്നിരിക്കുന്നത്. ട്രെയിനിൽ വന്ന് ഇരുന്ന ആ നിമിഷം തന്നെ ട്രെയിൻ മുന്നോട്ട് സഞ്ചരിക്കുകയും എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ കഥ. ഇനി രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് തിരുവണ്ണാമലയിൽ ജീവിച്ചിരുന്ന ഒരു മഹാസിദ്ധനെ കുറിച്ചാണ്. തിരുവണ്ണാമലയിൽ ശരീരസ്ഥനായിരുന്ന ഒരു മഹാസിദ്ധനായിരുന്നു ശേഷാദ്രി സ്വാമി. നമ്മളുടെ രമണ മഹർഷിയെപ്പോലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സിദ്ധൻ തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി മൂലം എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാനും അനുഗ്രഹം നേടാനും ആഗ്രഹമായിരുന്നു. അതിനപ്പുറം എങ്ങനെയെങ്കിലും തിരുവണ്ണാമലയിൽ നിന്ന് തൻ്റെ ഗ്രാമത്തിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ശേഷാദ്രി സ്വാമിയെ കൊണ്ടുവരണം. അങ്ങനെ ശേഷാദ്രി സ്വാമിയുടെ പാദം പതിഞ്ഞാൽ തന്നെ ആ നഗരം അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം വലിയ രീതിയിൽ സൗഭാഗ്യമുള്ളതായി തീരുമെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഭക്തർ നിർബന്ധിച്ചു ശേഷാദ്രി സ്വാമിയോട്, ഞങ്ങളുടെ ഗ്രാമത്തിൽ വരണം, അങ്ങയ്ക്ക് വേണ്ട എല്ലാ സേവകളും ഞങ്ങൾ ചെയ്തു തരാം, ദയവ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു. തിരുവണ്ണാമല വിട്ട് ഞാൻ ഒരിടത്തേക്കുമില്ല എന്ന് ശേഷാദ്രി സ്വാമി തറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ഭക്തർക്ക് ഇത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർ ഭഗവാനെ, ശേഷാദ്രി സ്വാമിയെ ഉയർത്തിക്കൊണ്ടുപോയി ട്രെയിനിൽ ഇരുത്തി. അതായത് ശേഷാദ്രി സ്വാമിയുടെ ഒരു തരത്തിലുള്ള സമ്മതവും ഇതിനില്ലായിരുന്നു. എന്നിട്ട് കൂടിയും ശേഷാദ്രി സ്വാമിയുടെ അനുവാദമില്ലാതെ അവർ ഉയർത്തിക്കൊണ്ടുപോയി ട്രെയിനിലിരുത്തി. ട്രെയിനിൽ ഇരുന്നതിന് ശേഷവും ശേഷാദ്രി സ്വാമി ആ ധ്യാനാവസ്ഥയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. കണ്ണൊന്നും തുറക്കുന്നില്ല, ധ്യാനാവസ്ഥയിൽ മുഴുകിയിരിക്കുകയാണ്. അതേസമയം ട്രെയിൻ എടുക്കുന്ന സമയമായി, എന്നിട്ടും ട്രെയിൻ എടുക്കുന്നില്ല. വീണ്ടും കുറച്ചു നേരം കൂടി അവർ കാത്തിരുന്ന് നോക്കി. ട്രെയിൻ എടുക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ട്രെയിൻ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ട്രെയിൻ എടുക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണം തിരക്കി. ആരൊക്കെയായിരുന്നോ ശേഷാദ്രി സ്വാമിയെ ആ ഒരു ട്രെയിനിൽ കൊണ്ട് ഇരുത്തിയത് അവരെല്ലാം പുറത്തിറങ്ങി എന്താണ് ട്രെയിൻ എടുക്കാത്തതെന്ന് അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ എൻജിൻ 1 ഇഞ്ച് പോലും അനങ്ങുന്നില്ല. എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ സമയത്ത് ശേഷാദ്രി സ്വാമി അവിടെ ഇരിക്കുന്ന കണ്ട, അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഭക്തൻ പറഞ്ഞു, എങ്ങനെ ട്രെയിൻ അനങ്ങാനാണ്, അല്ലെങ്കിൽ എങ്ങനെ ഈ ട്രെയിൻ മുന്നോട്ട് പോകാനാണ്? ശേഷാദ്രി സ്വാമിയുടെ സമ്മതമില്ലാതല്ലേ ഇവർ ശേഷാദ്രി സ്വാമിയെ ഈ ട്രെയിനിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്, പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അത് കേട്ടപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഓടി ശേഷാദ്രി സ്വാമിയുടെ അടുത്ത് ചെന്നു, നമസ്കരിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ശേഷാദ്രി സ്വാമി അതിനുശേഷം ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് ഭക്തരെല്ലാം ശേഷാദ്രി സ്വാമിയോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ മുന്നോട്ട് പോകാൻ അങ്ങ് അനുഗ്രഹം നൽകണം, അല്ലെങ്കിൽ ഈ ട്രെയിൻ മുന്നോട്ട് പോകില്ല, അത് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ ശേഷാദ്രി സ്വാമി ചിരിച്ചുകൊണ്ട് ആ ട്രെയിനിൻ്റെ അടുത്ത് ചെന്ന് ഒരു കുതിരയോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് പറയുന്നത് പോലെ ഒരു തട്ട് കൊടുത്തതിന് ശേഷം പറയുകയാണ്, പൊക്കോ. ഇത്രയുമേ പറഞ്ഞുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഒരു കുതിരയുടെ പുറകിൽ തട്ടിയിട്ട് പൊക്കോളാൻ പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മനുഷ്യരുടെ അടുത്ത് പോലും നമ്മൾ പറയാറുണ്ട്, ആ ശരി പൊക്കോ. ആ രീതിയിൽ പൊക്കോ എന്ന് ഒരു മെഷീനോട് പറയുകയാണ്. ആ നിമിഷം തന്നെ ട്രെയിൻ സഞ്ചരിച്ചു, ആ ട്രെയിൻ ചലിച്ചു. അതാണ് മഹാന്മാരുടെ തലം. നമ്മൾക്ക് പലപ്പോഴും ഇതൊക്കെ തമാശയായിട്ട് തോന്നിയേക്കാം. എങ്ങനെയാണ് ഈ എൻജിൻ്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ അത്ഭുതം സംഭവിക്കുന്നതെന്ന് നമ്മൾക്ക് പലർക്കും തോന്നാം. കാരണം ഒരു മനുഷ്യനെയോ ഒരു മൃഗത്തെയോ പ്രകൃതിയെയോ ഒക്കെ നമ്മൾക്ക് വരുതിയിലാക്കാം. പക്ഷേ എങ്ങനെയാണ്
ഈ യന്ത്രങ്ങളെ വരുതിയിലാക്കുന്നത് എന്ന് പലർക്കും അത്ഭുതമായിരിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം കടന്ന് ഈ പ്രപഞ്ചത്തിലുള്ള മെഷീനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യന്ത്രമാണെങ്കിലും എന്താണെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കാനുള്ള ശക്തിയാണ് ഈ ഗുരുക്കന്മാരുടെ കയ്യിൽ, ഈ സിദ്ധന്മാരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിദ്ധന്മാർക്ക്, ഇങ്ങനെയുള്ള മഹാഗുരുക്കന്മാർക്ക്, ഇങ്ങനെയുള്ള മഹാ അവതാരങ്ങൾക്ക് ഇതെല്ലാം നിസാര കാര്യമാണ്. അങ്ങനെയുള്ള എണ്ണമറ്റ ഗുരുക്കന്മാരുള്ള പുണ്യഭൂമിയാണ് നമ്മളുടെ ഭാരതം. ആ ഭാരതത്തിൽ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലതും നമ്മൾ അറിയാതെ പോയി എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള അത്ഭുത കഥകൾ അറിയത്തില്ലാത്തതുള്ളൂ. മറ്റ് ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവർക്കെല്ലാം ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കഥകളൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ഭക്തി വർദ്ധിപ്പിക്കാൻ സഹായകമാകുമെന്നുള്ളതാണ് സത്യം.